അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഞാൻ പതിയെ പറയുന്നത് ഒരു മുറിയുടെ ഒരു ഭിത്തിയുടെ വേർതിരിവേ ഉള്ളൂ അപ്പുറത്തെ വീടിന് ഇപ്പുറത്തെ വീടിന് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഓട്ടോയ്ക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എടുത്താണ്. പിന്നെ ഒരു 4 ബസ് കയറി പിന്നെയും ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ കടയിൽ കയറി വെള്ളമൊക്കെ കാപ്പിയൊക്കെ കുടിച്ചപ്പോഴൊക്കെ ഞാൻ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പതിയെ പറയാം. അവരൊക്കെ കിടന്നുറങ്ങും, പകൽ കിടന്നുറങ്ങും. അതാണ്. എന്നിട്ട് നമ്മുടെ കോന്നിയിൽ വന്നിട്ട് എന്നെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുത്തിയിട്ട് അവർ സാധനം വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരുപാട് കഥകളുണ്ട് പറയാനാണെങ്കിൽ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്ഥലത്തുനിന്ന് ഒത്തിരി അപ്പുറേ പോത്തുപാറയുന്ന ഒരു കാട്ടിലാണ് 12 വയസ്സ് വരെ ജീവിച്ചത്. അത് വലിയൊരു വനം. അവിടെ അങ്ങ് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 1-2 വീടും. ആ 1-2 വീട്ടിൽ ഒരു വീട്ടിലേ താമസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഒരുപാട് വർഷങ്ങളായി ഞാൻ അവരെ കണ്ടിട്ട്. കാരണം 12 വയസ്സിൽ ഞാനിങ്ങ് പോകുന്നതാണല്ലോ. പക്ഷെ പിന്നീട് ഇത് നമ്മുടെ ഈ നാട് എൻ്റെ സ്വന്തമായി. പിന്നെ ഞാൻ നേഴ്സിംഗൊക്കെ പഠിച്ച്, നേഴ്സിംഗ് പഠിച്ചെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് കിറ്റക്സിലും തുണിക്കടയിലും ഒക്കെ പോയി നിന്ന് 1-2 വർഷം കഴിഞ്ഞ് +2 എഴുതിയെടുത്ത് പിന്നെ നേഴ്സിങ്ങിനൊക്കെ പോയിട്ടോ. കറക്റ്റ് വയസ്സിലൊന്നും അല്ല ഇതൊന്നും തീർത്തത്. അപ്പോൾ ആ 20 വയസ്സിൽ എനിക്ക് ഇന്നൊക്കെ ഈ ക്രഷ് എന്ന് പറയുന്ന വാക്കൊക്കെ ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നത് അത് ഇഷ്ടമോ പ്രണയമോ പ്രേമോ ഒന്നുമല്ല, ക്രഷാണ് എന്ന്. അന്ന് ആ 20 വയസ്സിൽ എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വേറെ ആരോടും തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അപകർഷതാബോധം, അതുകൊണ്ട് കൊള്ളൂല, അതുകൊണ്ട് നമ്മളെ ആരും ഇഷ്ടപ്പെടില്ല, അങ്ങനെ വെച്ചിട്ട് ഞാൻ ആരെയും അങ്ങനെ. പക്ഷേ ഈ ഈ മോനാണെങ്കിൽ എന്നെക്കാട്ടിലും 2 വയസ്സിന് ഇളയതാണ്. ഇന്നതൊരു വലിയ വ്യത്യാസമുള്ള കാര്യമല്ലല്ലോ അല്ലേ. പക്ഷേ അന്ന് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. കാരണം ഒരു ഭിത്തിക്ക് അപ്പുറം ഇപ്പുറം അല്ലേ. അപ്പോൾ ഒരു സ്റ്റെപ്പ് തന്നെയാണ് 2 വീടിന്. അങ്ങനെ അത്രയും അടുത്ത് താമസിക്കുന്ന ഞങ്ങൾ. പക്ഷേ അത് നല്ലൊരു സ്നേഹമായിരുന്നു കേട്ടോ. ഒരുപാട് നേരം സംസാരിച്ചിരിക്കുക, അങ്ങനെ ഒത്തിരി. കാരണം വേർതിരിവില്ലല്ലോ, വീടിന് ഒരു ഭിത്തിയും ഒരു സ്റ്റെപ്പുമാണ് 2 വീടിന്. അപ്പോൾ ആ 20 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അതിനോടുണ്ടായിരുന്ന ആ ക്രഷ് ആരെന്ന് തിരിച്ചറിയുന്നത് ഞാൻ 20 വർഷത്തിന് ശേഷമാണ് കേട്ടോ. കാരണം 20 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ആ പുള്ളിയെ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പുള്ളിയോട് എനിക്കുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ അമ്മ എന്നോടൊരിക്കൽ വന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞു കേട്ടോന്ന്. എനിക്ക് അതിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ധൈര്യം വരത്തില്ലല്ലോ, അന്നൊക്കെ അങ്ങനൊന്നും പറയാനൊന്നും ധൈര്യം വരില്ലല്ലേ. പക്ഷേ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ എടുത്തത്. എൻ്റെ നാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ അപ്പോൾ ഞാനും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ. പക്ഷേ എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു വിഷമം. പക്ഷെ ഞാൻ ഒരു 5 മിനിറ്റ് പോലും ഞാൻ സംസാരിച്ചു, കണ്ടു. കാരണം ഈ ഒരു വീടിനപ്പുറത്തെ വീട്ടിൽ 2 വീടിനപ്പുറത്ത് വെച്ച് തന്നെ ഞാൻ കണ്ടു. 20 വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. പക്ഷേ ആ പുള്ളിക്കാരൻ അങ്ങനെ ഉണ്ടായിരുന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് പിന്നീട് കുറേ കഴിഞ്ഞിട്ട് തോന്നിയിട്ടില്ല. അതൊക്കെ ഒരു രസം, ഒരു വിഷമമല്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു വിഷമം. കാരണം നമ്മളീ പ്രായം കുറഞ്ഞവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മഹാപാവം തെറ്റുമായിട്ട് കരുതിയിരുന്നൊരു കാലത്തൊക്കെയാണല്ലോ ഞാനുണ്ടായിരുന്നത്. അതെനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേഴ്സിങ്ങിന് പോയി ഡൽഹി അവിടെയൊക്കെ ജോലി ചെയ്ത് ഒരുപാട് നാടുകൾ കണ്ടെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു മുറിയും അന്ന് ഞങ്ങൾ ആ പോത്തുപാറയിൽ നിന്ന് കാട്ടിൽ നിന്ന് ഞാനും അമ്മയും കൂടെ തനിച്ച് അന്നൊരു സഞ്ചിയിലാണ് സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ഈ വീട്ടിലേക്ക് വരുന്നത്. അന്ന് വാങ്ങിയ ആ കട്ടിലും ഈ മുറിയും ഈ ഭിത്തിയും ഇതായിരുന്നു എൻ്റെ ലോകം. അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ വീഡിയോ കോൾ ചെയ്ത് അച്ചാച്ചനോട് പറഞ്ഞപ്പോൾ കണ്ടില്ലേ ഇപ്പം എനിക്കിവിടെ സുഖമാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണല്ലോ എന്ന്. അതെ, അങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതം. ആ മുറിയിൽ തന്നെ ഈ മുറി കണ്ടോ, ഇവിടെ വന്നപ്പോൾ ഒരുപാട് ചെള്ളം നിങ്ങളെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. വീടെല്ലാം അഴുക്കായി കോലം കെട്ട് കിടക്കുമായിരുന്നു. കാരണം കോന്നിയമ്മ എൻ്റെ കൂടെ ആയിരുന്നല്ലോ 1 മാസം. പിന്നെ എല്ലാം വൃത്തിയാക്കി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കറി വെച്ച് എല്ലാം വൃത്തിയാക്കി. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ, അട്ടയാണ്. കാലിൽ കയറി ചോര കൂടിയത്. വീട്ടിനകത്തുള്ള അട്ടയാണ്, വീട്ടിനകത്ത് കിടന്നതാണ്. താമസം ഇല്ലാഞ്ഞുകൊണ്ട് വീട്ടിനകത്തുണ്ടായിരുന്ന അട്ടയാണ്. 2 ദിവസം അവിടെ ഇവിടെയും ഞാൻ ഈ അട്ടയെ കണ്ടു. പിന്നെ താമസം തുടങ്ങിയ പിന്നീട് അട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ മുറി കട്ടിലുമായിരുന്നു എൻ്റെ ലോകം. ഇന്ന് എൻ്റെ കൂട്ടിന് എൻ്റെ 2 മക്കൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഞാൻ ആ തനിച്ചായിരുന്ന സമയത്ത് ഞാൻ കോന്നിയമ്മയോട്, അന്ന് ഫോണില്ല, TV-യിൽ ഒരു FM റേഡിയോ എങ്കിലും വാങ്ങിത്തരാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഈ ഭിത്തി ഈ കട്ടിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല.
പിന്നെ എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഒത്തിരി സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്തില്ലായ്മയാണെങ്കിലും അതൊരു ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ജീവിതമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ജീവിതമാണ്. പക്ഷേ എൻ്റെ മക്കൾക്കൊന്നും ഇതൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് വന്ന് ഒരാഴ്ച നിൽക്കാനും ഒക്കെ. ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ആഴ്ച ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനു മുന്നേ അമ്മായിയമ്മ മരിക്കുന്നതിന് മുന്നേ ഞാനൊരു 2 ദിവസം, വരുന്ന ദിവസവും പിറ്റേ ദിവസവും നിന്ന് 3-ാമത്തെ ദിവസം തിരിച്ചു പോകലാണ്. കാരണം അമ്മച്ചിയുടെ അടുത്ത് ആരുമില്ല, അമ്മച്ചിയെ ഏൽപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വന്നിട്ടില്ല. 5 വർഷം കൂടിയൊക്കെ ഞാൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്, കോന്നിയമ്മയുടെ അടുത്തേക്ക്. 5 വർഷം കൂടി വന്ന സമയമുണ്ട്. ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം ഞാൻ വന്ന് ഈ ഒരാഴ്ച നിൽക്കുന്നത്. പിന്നെ അച്ചാച്ചനെ ഓർത്ത് ഞാൻ നാളെ തിരിച്ചു പോകും. അച്ചാച്ചനെ ഓർത്ത് മാത്രമല്ല, യൂട്യൂബിൽ എനിക്കറിയാം കാണാതിരുന്നാൽ മറന്നു പോകുന്നവരെല്ലാ മനുഷ്യരും അല്ലേ. അതിന് മാത്രമൊന്നുമില്ല. ഞാൻ നിങ്ങളൊക്കെ എന്നെ ഓർക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എങ്കിലും മനുഷ്യർക്ക് അവരവരുടെ തിരക്കിൽ നമ്മൾ മറക്കും, സ്വാഭാവികമാണ്. എങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ എപ്പോഴും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും കൂടി ഞാൻ വേഗം തിരിച്ചു വരും. വേഗം വീഡിയോസൊക്കെ ഇടും, ഷോർട്സൊക്കെ ഇടും. അങ്ങനെയല്ലേ നിങ്ങളെ ഓർമ്മിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ ഇമ്മാന് പറയുമോ വീഡിയോ എടുക്കല്ലേ എന്ന്. അവനങ്ങനത്തെ നിർബന്ധങ്ങളും പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തപ്പോൾ അവൻ പറയുകയാണ്, ഒരു ചെറിയ കൊച്ചിൻ്റെ ബുദ്ധി പോലും എനിക്കില്ലാതെ ഞാൻ പോയി വീഡിയോ എടുക്കുകയാണ്. പക്ഷേ അവനെനിക്കത് പറഞ്ഞു തരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വീഡിയോ എടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാണ് കാണിച്ചത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഇവിടുത്തെ. പക്ഷേ എൻ്റെ അമ്മയുടെ ആ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് നേഴ്സിങ്ങിന് വന്ന എൻ്റെ കൂട്ടുകാരി, എനിക്ക് കിട്ടിയ കൂട്ടുകാരി വഴിയാണ് ആ ജീവിതം എനിക്ക് ലഭിച്ചത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ പ്ലീസ്.